കോഴിക്കോട് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘം നേപ്പാളിൽ കുടുങ്ങി. പൊറ്റമ്മൽ, കക്കോടി എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള 4 കുടുംബങ്ങളാണ് നേപ്പാളിൽ കുടുങ്ങിയത്. കയ്യിലുള്ള പണം തീരാറായി എന്നും എംബസി ഇടപെട്ട് തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും സംഘം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും കൂടാതെ സേഫായിട്ട് ഞങ്ങളിവിടെ രാത്രി ഏതാണ്ട് ഒരു 10 മണിയാവുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഇവിടുന്ന് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഫ്ലൈറ്റ് ഇല്ല, എയർപോർട്ട് ക്ലോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആവശ്യത്തിനുള്ള പണമില്ല. പിന്നെ മൊബൈൽ സംവിധാനങ്ങളുടെ, ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ അപര്യാപ്തത ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുള്ളത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ സംഘത്തിൽ എത്ര പേരാണ് ഉള്ളത്? എയർപോർട്ടൊക്കെ നാളത്തോടു കൂടി പ്രവർത്തനക്ഷമമാണ് എങ്കിൽ തിരികെ വരാനുള്ള സാധ്യതകൾ അവർക്ക് മുന്നിൽ ഉണ്ടാകുമോ? മാധു സജീം, കോഴിക്കോട് നിന്ന് പോയ 14 പേരടങ്ങുന്ന സംഘമാണിത്. കോഴിക്കോട്ട് പൊറ്റമ്മൽ, കക്കോടി എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള 4 കുടുംബങ്ങളായിട്ടാണ് ഇവർ പോയത്. ഇവർ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുടെ കീഴിലൊന്നും പോയതില്ല. ഇവർ തന്നെ സ്വന്തമായിട്ട് പോയ ഒരു യാത്രാ സംഘമാണിത്. അവരെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവരെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് പ്രകാരം അവർ കഴിഞ്ഞ 6-നാണ് നേപ്പാളിൽ എത്തുന്നത്, കാഠ്മണ്ഡുവിൽ എത്തുന്നത്. അവിടെ നിന്ന് യാത്ര തുടരുകയായിരുന്നു. 8-ാം തീയതി അവർ പൊക്കാറയിൽ എത്തുന്നു. ആ സമയത്ത് പൊക്കാറയിൽ എത്തിയപ്പോഴും പ്രതിഷേധമൊക്കെ തുടങ്ങുന്ന, ജൻസി പ്രൊട്ടസ്റ്റ് തുടങ്ങുന്ന സമയമാണ്. എന്നാൽ അത് വലിയ പ്രശ്നമില്ല, മുന്നോട്ട് പോകാം എന്നുള്ള ധാരണയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പക്ഷേ പൊക്കാറയിൽ എത്തുന്ന സമയത്ത് ഇവർ 2 ടീമായിട്ട്, ഈ 14-അംഗ സംഘം 2 ടീമായി സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ഒരു ടീം പാരാഗ്ലൈഡിങ്ങുമായിട്ട് അങ്ങനെ പോയതായിരുന്നു. അതിനിടയ്ക്കാണ് ഇവരുടെ വാഹനത്തിന് നേരെ അവിടെയുള്ള പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞത്. അങ്ങനെ കല്ലെറിഞ്ഞതോടുകൂടി ഇവർ കൂടുതൽ ഭയപ്പെട്ടു. അവരുടെ ഡ്രൈവർക്കടക്കം ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അവിടെയുള്ള നേപ്പാളികൾ പ്രൊട്ടസ്റ്റുകാർ ഒരുപക്ഷെ ഉപദ്രവിക്കുമെന്നൊക്കെ വരുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് അവിടെയുള്ളൊരു നേപ്പാളി സുഹൃത്തിനെ ഇവർ ബന്ധപ്പെടുന്നത്. അങ്ങനെ നേപ്പാളി സുഹൃത്തുമായി അവർ ഏറെ പണിപ്പെട്ട് പൊക്കാറയിൽ തന്നെ അവർ താമസ സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഹോട്ടലിൽ ഇപ്പോൾ അവർ താമസിക്കുന്നുണ്ട്. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഭക്ഷണത്തിന് അത്ര വലിയ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഭക്ഷണം കുറവാണ്. അതുകൊണ്ട് എത്ര ദിവസം ഇതിങ്ങനെ നീണ്ടുപോയാൽ ഒരു പക്ഷെ എത്ര ദിവസം ഇങ്ങനെ നിൽക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് എന്ന് ഈ സംസാരിക്കുന്ന ലക്ഷ്മിയും സുനിൽകുമാറും നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എംബസിയുമായിട്ട് അവർക്ക് ബന്ധപ്പെടണം, എംബസിയുമായി ബന്ധപ്പെട്ട് തിരിച്ച് നാട്ടിലെത്താനുള്ള ശ്രമം നടത്തണം, അതിന് മാതൃഭൂമി അടക്കമുള്ളവർ ഇടപെടണം എന്നൊരു ആവശ്യം കൂടിയാണ് അവരിപ്പോൾ നമ്മളോട് ഉന്നയിക്കുന്നത്. 14-അംഗ സംഘമാണ്, ഒരു 16 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അതിനകത്ത് ഉള്ളത് എന്നുമാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരൊരു നിശ്ചിത തുകയൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. എന്നാൽ കയ്യിലുള്ള പണം ഒരു പക്ഷേ തീരുമെന്നും ഇങ്ങനെ നീണ്ടുപോയാൽ അത് വലിയ പ്രശ്നമാകുമെന്നും അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഈ എയർ ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള ശ്രമവും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഹെൽപ്പ് കേരളത്തിൽ നിന്നുകൂടെ ഉണ്ടാവണമെന്ന് കൂടിയാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഇന്റർനെറ്റ് സേവനമൊക്കെ പരിമിതപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സഹായം തേടാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പണത്തിന്റെ പരിമിതിയുണ്ട്. ഇനി ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം.